ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെയും മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ റോബോ ദി റോബോട്ട് എന്നുള്ള ചാപ്റ്ററിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ. നോക്കിക്കേ മക്കളെ, അവിടെ ചാപ്റ്ററിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർക്ക് അവിടെ ഒരു പിക്ചറൊക്കെ കാണാം അല്ലേ. പിക്ചറിൽ കൂട്ടുകാർ ആരൊക്കെയാണ് കാണുന്നത്? നമ്മുടെ സിയ ഉണ്ട് അല്ലേ. പിന്നെ ആരാണുള്ളത് മക്കളെ? യെസ്, നമ്മുടെ റോബോയും ഉണ്ട് അല്ലേ. അവരെവിടെയാണുള്ളത് മക്കളെ? അവർ ഗാർഡനിലാണുള്ളത് അല്ലേ. അവർ വീട്ടിലുള്ള ഗാർഡനിലാണുള്ളത്. അവരവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്ലേയിങ് അല്ലേ. അതാണ് അവർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നോക്കിക്കേ മക്കളെ, അത് നോക്കിയിട്ട് ആര് വരുന്നുണ്ട്? കൂട്ടുകാർക്ക് അവിടെ കാണാം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് ആരാണ്? നമ്മുടെ സിയയുടെ മദറാണ് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. നോക്കിക്കേ, മിസ് വായിക്കുന്നതോടൊപ്പം കൂട്ടുകാർ മിസ്സിനോടൊപ്പം വായിക്കണേ. സിയ ആൻഡ് റോബോ were playing in the garden. Zia, where are you? Mother called. I am with Robo, Amma, she replied. Come here, dear, mother said. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഒരിക്കൽ കൂടി നോക്കിക്കേ. ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? സിയ ആൻഡ് റോബോ were playing in the garden. നമ്മുടെ സിയയും അതുപോലെ തന്നെ റോബോയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ? കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എവിടെയാണ് കളിക്കുന്നത്? യെസ്, ഇൻ ദി ഗാർഡൻ അല്ലേ. ഗാർഡനിൽ അഥവാ അവരുടെ വീടിൻ്റെ മുറ്റത്തുള്ള പൂന്തോട്ടത്തിലാണ് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി ബാക്കി ഭാഗം നോക്കിക്കേ. സിയ, where are you? സിയ, where are you? വേർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് എന്ത്? വേർ അല്ലേ. ഒരു WH വേർഡാണ് എന്ത്? വേർ എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പം അമ്മ എന്താ ചോദിക്കുന്നത്? സിയ, where are you? നീ എവിടെയാണ് അല്ലേ. നീ എവിടെയാണ് എന്ന് ചോദിക്കുകയാണല്ലേ. ആരോടാണ് ചോദിക്കുന്നത്? നമ്മുടെ സിയയോടാണ് ചോദിക്കുന്നത് അല്ലേ. മദർ കാൾഡ് അല്ലേ. അമ്മ വിളിക്കുകയാണ്. സിയ, where are you? ഓക്കെ, ഐ ആം വിത്ത് റോബോ അമ്മ. ഞാൻ ആരുടെ കൂടെയാണ്? ഞാൻ റോബോയുടെ കൂടെയാണ് അമ്മേ. ഷീ റിപ്ലൈഡ് അല്ലേ. അവൾ എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. സിയ എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. ഐ ആം വിത്ത് റോബോ അമ്മ. ഞാൻ റോബോയുടെ കൂടെയാണ്. കം ഹിയർ ഡിയർ, മദർ സെഡ്. അമ്മ എന്തു പറഞ്ഞു നമ്മുടെ സിയയോട്? കം ഹിയർ, നീ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഡിറ്റീഷൻ ആയിട്ടുള്ള 2 വേർഡ്സ് മിസ് പറയാം. മക്കളത് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ഡിറ്റീഷൻ നടത്തണം കേട്ടോ. ഒന്ന് ഗാർഡൻ, അതുപോലെ തന്നെ മറ്റൊരു വേർഡ് മദർ കേട്ടോ. ഗാർഡൻ അതുപോലെ തന്നെ മദർ. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. ഓക്കെ, കൂട്ടുകാർക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. ഹൂ ഈസ് റോബോ? ആരാണ് മക്കളെ റോബോ? ആരാണ് റോബോ? യെസ്, റോബോ ദി റോബോട്ട് അല്ലേ. റോബോ ആരായിരുന്നു? നമ്മുടെ റോബോട്ടാണ് അല്ലേ. വൈ ഡിഡ് മദർ കോൾ സിയ? എന്തിനാണ് നമ്മുടെ മദർ സിയനെ വിളിക്കുന്നത്? എന്തിനായിരിക്കാം മക്കളെ? നമുക്ക് നോക്കാം അല്ലേ. സ്റ്റോറിൻ്റെ ബാക്കി ഭാഗം നോക്കാം അല്ലേ. സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഓക്കെ മക്കളെ, അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആക്ടിവിറ്റി 7 ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റി 7 ചെയ്യാനായിട്ടുണ്ട്. അതിലോട്ട് പോവാം. എല്ലാ മക്കളും വർക്ക് ബുക്ക് നോക്കിക്കേ. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 7 നമ്മുടെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റി 7 ആണ്. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ സിയ ആൻഡ് ഹെർ മദർ. നമ്മുടെ സിയയും അതുപോലെ തന്നെ സിയയുടെ മദറും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ സിയയുടെ മദർ എന്ത് ചോദിക്കുന്നുണ്ട്? സിയ, വാട്ട് ആർ യു ഡൂയിങ് ദ? സിയ, നീ അവിടെ എന്ത് ചെയ്യാണ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. സിയ, വാട്ട് ആർ യു ഡൂയിങ് ദ? അപ്പോൾ സിയ എന്താണ് പറയുക? ഐ ആം പ്ലേയിങ് വിത്ത് റോബോ അല്ലേ. ഞാൻ റോബോയോടൊപ്പം എന്ത് ചെയ്യാണ്? കളിക്കുകയാണ് എന്നുള്ള രീതിയിൽ സിയയ്ക്ക് മറുപടി പറയാലോ മക്കളെ. അപ്പം അത് കൂട്ടുകാർക്ക് അവിടെ എഴുതാം കേട്ടോ. എന്താണ്? ഐ ആം പ്ലേയിങ് വിത്ത് റോബോ. ഞാൻ റോബോയോടൊപ്പം കളിക്കുകയാണ് എന്നുള്ളത് സിയയ്ക്ക് പറയാലോ മക്കളെ. ഓക്കെ, ദെൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് വീണ്ടും പോവാം അല്ലേ. അടുത്ത ഭാഗം നോക്കിക്കേ. എന്താണ് സംഭവിച്ചത്? നമ്മുടെ സിയയുടെ മദർ എന്തിനാണ് സിയയെ വിളിച്ചതെന്ന് അറിയണ്ടേ? നോക്കിക്കേ മക്കളെ. സിയ, ഡിഡ് യു സീ ദി കീ? മദർ ആസ്ക്ഡ്. വിച്ച് കീ?
The key of our shelf. My purse is inside it. I didn't see it, said Sia. They searched everywhere, but they couldn't find it. എന്താണ് മക്കളെ സംഭവിച്ചത്? എന്തെങ്കിലും കൂട്ടുകാർക്ക് മനസ്സിലായോ? കീയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ? കീ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ താക്കോൽ അഥവാ ചാവി എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ. ഇനി മിസ് ഒന്ന് വായിക്കാം. മിസ്സിനോടൊപ്പം മക്കളൂടെ വായിക്കണേ. സിയ, ഡിഡ് യു see the key? Mother asked. Which key? The key of our shelf. My purse is inside it. I didn't see it, said Sia. They searched everywhere, but they couldn't find it. എല്ലാ കൂട്ടുകാരും വായിച്ചല്ലോ. ഇനി നോക്കിക്കേ മക്കളെ. സിയ, ഡിഡ് യു സീ ദി കീ? മദർ ആസ്ക്ഡ്. നമ്മുടെ മദർ ചോദിച്ചൂലേ? എന്താ ചോദിച്ചത്? ഡിഡ് യു സീ ദി കീ? എന്താ ചോദിച്ചത്? ഡിഡ് യു സി എന്ന് പറഞ്ഞത് എന്താണ്? കാണുക എന്നുള്ള മീനിങ് ആണ് അല്ലേ? എന്താ സിയോട് ചോദിച്ചത്? സിയ, നീ ചാവി കണ്ടിട്ടുണ്ടോ, കീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ? അപ്പോൾ സിയ ചോദിക്കുകയാണ്, വിച്ച് കീ? വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വീണ്ടും ഒരു WH വേർഡാണ് വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് അല്ലേ? വിച്ച് ഏത്? വിച്ച് കീ, ഏത് കീ ആണ് എന്ന് നമ്മൾ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ് അല്ലേ? ഓക്കെ. ദ കീ ഓഫ് അവർ ഷെൽഫ്. ഏതിൻ്റെ കീ ആണ്? നമ്മുടെ ഷെൽഫിൻ്റെ കീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണല്ലേ. മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ്. എന്താണ് മക്കളെ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ? ഇന്ന് ഔട്ടും നമുക്കറിയാമല്ലേ. ഇൻ ഔട്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് അല്ലേ? ഒന്നിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇൻ എന്ന് പറയും അല്ലേ? ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്ത് എന്നുള്ള മീനിങ് ആണല്ലേ. അപ്പോൾ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉള്ളിൽ എന്നുള്ള മീനിങ് ആണല്ലേ. മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ്. എൻ്റെ പേഴ്സ് അതിൻ്റെ ഉള്ളിലാണ് അല്ലേ? എന്തിൻ്റെ ഉള്ളിൽ മക്കളെ? യെസ്, ഷെൽഫിൻ്റെ ഉള്ളിലാണ് എന്ന് ആരാണ് പറയുന്നത്? മദർ പറയുകയാണല്ലേ. മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ്. ഐ ഡിഡിൻറ്റ് സീ ഇറ്റ്, സെഡ് സിയ. സിയ എന്ത് പറഞ്ഞു? ഐ ഡിഡിൻറ്റ് സീ അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്തിട്ടില്ല? അത് കണ്ടിട്ടില്ല അല്ലേ. ദ സെർച്ച്ഡ് എവ്രിവർ. സെർച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തിരയുന്നതിനാണ് എന്തെന്ന് പറയാം? സെർച്ച്ഡ് എന്ന് പറയാം അല്ലേ. ദ സെർച്ച്ഡ് എവ്രിവർ. അവരെന്ത് ചെയ്തു? എല്ലായിടത്തും തിരഞ്ഞു. ബട്ട് ദേ കുഡിൻറ്റ് ഫൈൻഡ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അതെവിടെയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഡിറ്റേഷനിലേക്ക് ഉൾപ്പെടുത്താനായിട്ടുള്ള 1-2 വേർഡ് മിസ് പറയാം. ഒന്ന് മക്കളെ ഷെൽഫ് കേട്ടോ. ഒന്ന് ഷെൽഫ്, എല്ലാവരും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഷെൽഫ്. അതുപോലെ തന്നെ ഇൻസൈഡ്. ഷെൽഫ്, ഇൻസൈഡ്. ആ 2 വേർഡ്സ് നിങ്ങളവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. ഇനി കൂട്ടുകാർക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. വോ വിൽ ബി ദി കീ? എവിടെയായിരിക്കും കീ? വിൽ ദേ ഫൈൻഡ് ദി കീ? അവർ കീ കണ്ടുപിടിക്കോ? എവിടെയായിരിക്കും കീ? അവർ കീ കണ്ടുപിടിക്കോ? നോക്കിക്കുക മക്കളെ, അവരെല്ലായിടത്തും തിരയുന്നുണ്ട് അല്ലേ. ബോക്സിൽ തിരയുന്നുണ്ട്, ഷെൽഫിൽ തിരയുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ കബ്ബോർഡിലൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? തിരയുന്നുണ്ട് അല്ലേ. നമ്മുടെ റോബോയും അവരോടൊപ്പം ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. നോക്കിക്കുക മക്കളെ, അവിടെ നിങ്ങൾക്ക് നമ്മുടെ സിയയും റോബോയും മദർ എല്ലാവരും കൂടി കീ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആഡ് മോർ ലൈൻ എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. നോക്കിക്കുക. വേർ ഈസ് ദി കീ? ഈസ് ഇറ്റ് ഓൺ ദി ടേബിൾ? നോ ഡിയർ, നോട്ട് ഓൺ ദി ടേബിൾ. വേർ ഈസ് ദി കീ? ഈസ് ഇറ്റ് ഇൻ ദി ബോക്സ്? നോ ഡിയർ, നോട്ട് ഇൻ ദി ബോക്സ്. എന്താണ് മക്കളെ? അവർ കീ സെർച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ടാണല്ലേ നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. വേർ ഈസ് ദി കീ? കീ എവിടെയാണ്? ഈസ് ഇറ്റ് ഓൺ ദി ടേബിൾ? ടേബിളിൻ്റെ മുകളിലാണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് പറയുന്നുണ്ട്? നോ ഡിയർ, നോട്ട് ഓൺ ദി ടേബിൾ. എവിടെ ഇല്ല? ടേബിളിൻ്റെ മുകളിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കിക്കുക മക്കൾ. വേർ ഈസ് ദി കീ? ഈസ് ഇറ്റ് ഇൻ ദി ബോക്സ്? നോ ഡിയർ, നോട്ട് ഇൻ ദി ബോക്സ് അല്ലേ. പിന്നെ രണ്ടാമതായിട്ട് ചോദിക്കുന്നത് എന്താണ്? എവിടെയാണ് കീ ഉള്ളത്? ബോക്സിനകത്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് പറയുന്നുണ്ട്? ബോക്സിനകത്തില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ മക്കൾ എന്ത് ചെയ്യണം? അടുത്ത ഒരു
ഭാഗം മക്കൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ അവിടെ തന്നിട്ടുണ്ട്, വേർ ഈസ് ദ കീ, ഈസ് ഇറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം മക്കളെ? ഈസ് ഇറ്റ് ഇൻ ദി കബോർഡ് എന്ന് എഴുതാം അല്ലേ. ഈസ് ഇറ്റ് ഇൻ ദി കബോർഡ് എന്ന് എഴുതാം. നോക്കിക്കേ മക്കളെ, ഈസ് ഇറ്റ് ഇൻ ദി കബോർഡ്. അപ്പോൾ എന്ത് പറയാം? നോട്ട് ഇയർ, നോട്ട് ഇയർ, നോട്ട് ഇൻ ദി കബോർഡ് എന്ന് എഴുതാം അല്ലേ. ഇനി കൂട്ടുകാർക്ക് അവിടെയുള്ള വേറെ എന്ത് സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാവുന്നതാണ്? അവിടെ കൂടുതൽ ലൈൻസ് ചേർത്ത് എഴുതാവുന്നതാണ്. ഇനിയിപ്പോൾ ചെയറിൻ്റെ അടിയിലുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക നമ്മൾ? വേർ ഈസ് ദി കീ, ഈസ് ഇറ്റ് അണ്ടർ ദി ചെയർ, നോട്ട് ഡിയർ, നോട്ട് ഡിയർ, നോട്ട് അണ്ടർ ദി ചെയർ എന്നുള്ള രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അവിടെ ലൈൻസ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം അല്ലേ. അടുത്ത പാസേജ് നോക്കിക്കേ. നോക്കൂ, അവിടെ പിക്ചറിൽ കൂട്ടുകാർക്ക് ആരൊക്കെയാണ് കാണുന്നത്? യെസ്, നമ്മുടെ സിയയുണ്ട്, പിന്നെ നമ്മുടെ റോബോയും ഉണ്ട് അല്ലേ. അവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ മക്കളെ? ഇവിടെ എന്തുണ്ട് മക്കളെ? അവിടെ നിങ്ങൾ എന്താ കാണുന്നത്? യെസ്, കീ കാണുന്നുണ്ട് അല്ലേ. നമ്മുടെ റോബോ എന്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്? കീ കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവർക്ക് കീ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. റോബോ കം ഹിയർ, സിയ കോൾഡ് റോബോ. ക്ലിക്ക് ക്ലാക്ക്, ക്ലിക്ക് ക്ലാക്ക്, Robo walked in. Robo, please find the key. Just a minute, said Robo. Beep, beep. A light flashed on Robo's screen. Amma, look at the screen. The key is in the dustbin. Wow, Robo, you are so good, Mother said. Thank you, Mom. Robo smiled. Okay, മക്കളെ, പിന്നീട് എന്താ സംഭവിച്ചത്? ഒരിക്കൽ കൂടി നോക്കിക്കേ. മിച്ചിനോടൊപ്പം എല്ലാ കൂട്ടുകാരും ചേർന്ന് വായിക്കണേ. റോബോ കം ഹിയർ, സിയ കോൾഡ് റോബോ. ക്ലിക്ക് ക്ലാക്ക്, ക്ലിക്ക് ക്ലാക്ക്, റോബോ വാക്ക്ഡ് ഇൻ. റോബോ പ്ലീസ് ഫൈൻഡ് ദ കീ. ജസ്റ്റ് എ മിനിറ്റ്, said Robo. Beep, beep. A light flashed on Robo's screen. Amma, look at the screen. The key is in the dustbin. Wow, Robo, you are so good, Mother said. Thank you, Mom. Robo smiled. ഓക്കെ മക്കളെ, എന്താണ് നിങ്ങൾക്ക് ആ ഒരു പാസേജിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? ഒരിക്കൽ കൂടി നോക്കിക്കേ. റോബോ കം ഹിയർ, സിയ കോൾഡ് റോബോ. നമ്മുടെ സി എന്ത് ചെയ്തു? റോബോയെ വിളിച്ചില്ലേ. എങ്ങനെയാ വിളിച്ചത്? റോബോ കം ഹിയർ അല്ലേ, ഇവിടെ വാ എന്ന് പറഞ്ഞ് നമ്മുടെ സി എന്ത് ചെയ്തു? റോബോയെ വിളിച്ചു അല്ലേ. അപ്പോൾ റോബോ എന്ത് ചെയ്തു? ക്ലിക്ക് ക്ലാക്ക്, ക്ലിക്ക് ക്ലാക്ക് എന്ന് പറഞ്ഞിട്ട് റോബോ വാക്ക്ഡ് ഇൻ അല്ലേ. അവൻ എന്ത് ചെയ്തു? അകത്തോട്ട് വന്നു അല്ലേ. റോബോ പ്ലീസ് ഫൈൻഡ് ദി കീ. എന്നിട്ട് നമ്മുടെ സിയ പറയാണ് റോബോയോട് എന്ത്? റോബോ പ്ലീസ് ഫൈൻഡ് ദി കീ. റോബോ നീ എന്ത് ചെയ്യ്? കീ ഒന്ന് കണ്ടുപിടിക്കുക എന്ന് പറയാം അല്ലേ. അപ്പോൾ റോബോ പറയാണ് ജസ്റ്റ് എ മിനിറ്റ്. നീ എന്ത് ചെയ്യുക? ഒരു മിനിറ്റ് അല്ലേ. എന്താണ് നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ അമ്മയൊക്കെ എന്തെങ്കിലും ഒരു പണിയൊക്കെ പറയാം, നമ്മൾ ഇപ്പം ചെയ്യാമല്ലേ, ഒരു മിനിറ്റ് ഇത് അപ്പം ചെയ്യുക എന്നൊക്കെ പറയും അല്ലേ. അതുപോലെ റോബോയും സിയോട് എന്ത് പറയാണ്? ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറയാണ് അല്ലേ. ബീപ്പ് ബീപ്പ് എ ലൈറ്റ് ഫ്ലാഷ്ഡ് ഓൺ റോബോ സ്ക്രീനിൽ. അപ്പോൾ എന്ത് ചെയ്തു? ആ സമയത്ത് ഒരു ബീപ്പ് ബീപ്പ് എന്നുള്ള സൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ റോബോയുടെ സ്ക്രീനിൽ എന്ത് ചെയ്തു? ഒരു ലൈറ്റ് അങ്ങനെ ഫ്ലാഷ് ചെയ്ത് വന്നു. അമ്മ ലുക്ക് അറ്റ് ദി സ്ക്രീൻ. അപ്പോൾ അവൾ അമ്മയോട് പറയാം, അമ്മേ ആ സ്ക്രീനിൽ നോക്ക്. ദ കീ ഈസ് ഇൻ ദി ഡസ്റ്റ്ബിൻ. കീ എവിടെയുണ്ട്? ഡസ്റ്റ്ബിന്നിലുണ്ട് അല്ലേ. ഡസ്റ്റ്ബിന്നിലുണ്ട്. വാവ് റോബോ യു ആർ സോ ഗുഡ്, മദർ സാഡ് അല്ലേ. അപ്പം നമ്മുടെ ഈ റോബോ കണ്ടുപിടിച്ചു കൊടുത്ത സമയത്ത് അമ്മ എന്താണ് മക്കളെ പറഞ്ഞത്? യു ആർ സോ ഗുഡ് അല്ലേ, നീ നല്ലവനാണ് അല്ലേ, നീ നല്ല ആളാണ് എന്നൊക്കെ ആരോട് പറയാണ്? റോബോയോട് പറയാണ് അല്ലേ. അപ്പോൾ റോബോ എന്ത് ചെയ്യാണ്? തിരിച്ച് അമ്മയോട് താങ്ക്സ് ഒക്കെ പറയുന്നിട്ട് റോബോ ചിരിക്കുകയാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ആരാണ് നമ്മൾ കീ ഫൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? യെസ്, ദ റോബോ, ദി റോബോട്ടാണ് അല്ലേ. നമ്മുടെ റോബോട്ടാണ് അല്ലേ. നമ്മുടെ സിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റോബോയാണ് നമ്മുടെ കീ എവിടെയാണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്
ചെയ്തിട്ടുള്ളത് അല്ലേ? കീ എവിടെയാണുള്ളത് മക്കളെ? യെസ്, ഡസ്റ്റ് ബിന്നിലാണ് എന്തുള്ളത്? കീ ഉള്ളത്. ഓക്കെ, ഇനി കൂട്ടുകാർക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. ഈസ് റോബോ ഹെൽപ്ഫുൾ ടു എവരി വൺ? റോബോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണോ മക്കളെ? അതെ അല്ലേ, ഇവർക്കിപ്പോൾ ഒരു ആവശ്യം വന്ന സമയത്തില്ലേ അവരാരാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ റോബോയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഡു യു ലൈക്ക് ടു ഹാവ് എ റോബോട്ട് അറ്റ് ഹോം? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള റോബോട്ട് ഉണ്ടാവാനായിട്ടുള്ള ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതിന് ഇഷ്ടമുണ്ടോ മക്കളെ? എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുണ്ടായിരിക്കില്ല. അതായത് നമ്മുടെ കമാൻഡൊക്കെ അനുസരിക്കുന്ന, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്ന നല്ലൊരു റോബോട്ടിനെ നമ്മുടെ വീട്ടിലുണ്ടാവാനായിട്ട് എല്ലാ കൂട്ടുകാർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ 9th ആക്ടിവിറ്റി കേട്ടോ. 9ാമത്തെ ആക്ടിവിറ്റി നോക്കിക്കുക മക്കളെ. ഫൈൻഡ് ദി ഡിഫറൻസ് എന്നുള്ളതാണ് കേട്ടോ. നോക്കിക്കുക മക്കളെ, ഫൈൻഡ് ദി ഡിഫറൻസസ്. അവിടെ നമുക്ക് 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? പിക്ചർ 1, പിക്ചർ 2 അല്ലേ? ഇതാണ് എന്ത്? പിക്ചർ 1, ഇതാണ് പിക്ചർ 2. അപ്പം പിക്ചർ 1ലുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കോളത്തിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ, സെക്കൻഡ് കോളത്തിൽ പിക്ചറിൽ 2ലുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട്. ഓക്കെ മക്കളെ, പിക്ചർ 1 നോക്കിക്കുക മക്കളെ. അവിടെ നമുക്ക് എന്ത് കാണാം? ഒരു കാറുണ്ട്, അതുപോലെ തന്നെ ട്രക്ക് ഉണ്ട്, പിന്നെ ഒരുപാട് മരങ്ങളുണ്ട് അല്ലേ? പിന്നെ നിങ്ങൾക്ക് അവിടെ സ്കൈ കാണാൻ പറ്റൂലേ? അവിടെ ക്ലൗഡ് ഉണ്ട്, എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ 1ാമത്തെ പിക്ചറിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇനി 2ാമത്തെ പിക്ചർ നോക്കിക്കുക മക്കളെ. അവിടെയും എന്തുണ്ട്? ഒരു കാറുണ്ട്, അതുപോലെ തന്നെ ട്രക്ക് ഉണ്ട്, പിന്നെ കുറേ ട്രീസ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് സ്കൈ കാണാം അല്ലേ? ഇതൊക്കെയാണ് 2 പിക്ചറുകൾ നമുക്ക് കാണുന്നത്. അപ്പം നമ്മളോട് എന്താണ് പറഞ്ഞത്? ആ പിക്ചറിലുള്ള ഡിഫറൻസ് എന്താ എന്നുള്ളത് കണ്ടെത്താനാണ് അല്ലേ? ഓക്കെ മക്കളെ, അപ്പം പിക്ചർ 1ൻ്റെതാണ് ഇവിടെ ഫസ്റ്റ് കോളത്തിൽ മക്കൾ എഴുതേണ്ടത്. പിക്ചർ 2ൻ്റെതാണ് ഇവിടെ സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്. അപ്പം നോക്കിക്കുക മക്കളെ, പിക്ചർ 1നെ കുറിച്ച് ഒരു ഡിഫറൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദ കാർ ഈസ് റെഡ് അല്ലേ? എന്താണ് മക്കളെ? ദ കാർ ഈസ് റെഡ്. എടാ നമ്മുടെ സെക്കൻഡ് പിക്ചറിലോട്ട് നോക്കിക്കുക മക്കളെ. അവിടെ നമ്മുടെ കാർ ഏത് കളറാണ്? യെസ്, യെല്ലോ കളറിലാണ് ഉള്ളത് അല്ലേ? അപ്പം നമുക്ക് പിക്ചർ 2ൽ നമുക്ക് എന്ത് എഴുതാം? ദ കാർ ഈസ് യെല്ലോ എന്നുള്ളത് കൊടുക്കുക അല്ലേ? ഇനി അടുത്ത് നോക്കിക്കുക മക്കളെ. 2ാമതായിട്ട് നമുക്ക് പിക്ചർ 2 എന്നുള്ള കോളത്തിൽ എന്ത് തന്നിട്ടുണ്ട്? ദ ക്ലൗഡ് ഈസ് ബിഗ് അല്ലേ? ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇതാണ് ക്ലൗഡ് അല്ലേ? ആ ക്ലൗഡ് എന്താണ്? ബിഗ് ആണ്, വലുതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിക്ചർ 1ലോട്ട് നോക്കിക്കുക മക്കളെ. ഇവിടെ എന്തുണ്ട്? ക്ലൗഡ് ഉണ്ട് അല്ലേ? ആ ക്ലൗഡ് എങ്ങനെയാണ് മക്കളെ? ആദ്യം തന്നിട്ടുള്ള, അതായത് പിക്ചർ 2ലുള്ള ക്ലൗഡിനേക്കാൾ സ്മോൾ ആണ്, ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ദ ക്ലൗഡ് ഈസ് സ്മോൾ എന്നുള്ളത് എഴുതാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? 2 പിക്ചറിലെ ഡിഫറൻസുകളും നോക്കിയിട്ട് എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് താഴെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതണം. നോക്കിക്കേ മക്കളെ, അടുത്തത് പിക്ചർ 1ൽ എത്ര ട്രീസ് ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്തേ മക്കളെ. എത്ര മരങ്ങളുണ്ട്? 1, 2, 3, 4, 5 അല്ലേ? അപ്പോൾ ദർ ആർ 5 ട്രീസ് അല്ലേ? ദർ ആർ 5 ട്രീസ് അല്ലേ? ഇനി അടുത്തത് പിക്ചർ 2ൽ നോക്കിക്കേ. 1, 2, 3, 4 അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ദർ ആർ 4 ട്രീസ് അല്ലേ? ആദ്യത്തെ പിക്ചറിൽ 5 മരങ്ങളുണ്ട്, 2ാമത്തെ പിക്ചറിലാണെങ്കിൽ അത് 4 മരങ്ങളാണ്. ഓക്കെ, ക്ലിയർ? അപ്പം നമുക്ക് അതൊന്ന് എഴുതാം. ഇനി നോക്കിക്കേ മക്കളെ, നമ്മുടെ സെക്കൻഡ് പിക്ചർ നോക്കിക്കേ. നമ്മുടെ 2ാമത്തെ പിക്ചർ നോക്കിക്കേ. സ്കൈയിൽ എന്തുണ്ട് മക്കളെ? സ്കൈയിൽ ഒരു സൺ ഉണ്ട് അല്ലേ? സൂര്യനുണ്ട്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് പിക്ചറിലോട്ട് വരുന്ന സമയത്ത് അവിടെ സൺ ഉണ്ടോ മക്കളെ? ഇല്ല. അപ്പം നമുക്ക് ഫസ്റ്റ് പിക്ചറിൻ്റെ പിക്ചർ 1 എന്നുള്ള കോളത്തിൽ നമുക്ക് എന്ത് എഴുതാം? ദർ ഈസ് നോ സൺ ഇൻ ദി സ്കൈ എന്ന് എഴുതാം. പിക്ചർ 2ൽ നമുക്ക് എന്ത് എഴുതാം? ദർ ഈസ് എ സൺ ഇൻ ദി സ്കൈ എന്ന് എഴുതാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഇനി മറ്റൊരു ഡിഫറൻസ് നമുക്കറിയാം. പിക്ചർ 1ലും ട്രക്ക് ഉണ്ട്, പിക്ചർ 2ലും ട്രക്ക് ഉണ്ട് അല്ലേ? പിക്ചർ 1ൽ ട്രക്കിന് എത്ര ടയേഴ്സ് ആണുള്ളത് മക്കളെ? 4 ടയേഴ്സ് ആണുള്ളത്. പിക്ചർ 2ലോട്ട് വരുന്ന സമയത്ത് അവിടെ ട്രക്കിന് ആകെ 3 ടയേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ഒരു ഡിഫറൻസ് ആയിട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ നോക്കിക്കേ മക്കളെ, നമുക്ക് ഇങ്ങനെ ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ദ കാർ ഈസ് റെഡ്, ദ കാർ ഈസ് യെല്ലോ. സെക്കൻഡ് വൺ, ദി ക്ലൗഡ് ഈസ് സ്മോൾ, ദി ക്ലൗഡ് ഈസ് ബിഗ്. തേർഡ് വൺ, ദർ ആർ 5 ട്രീസ്, there are 4 trees. Next one, there is no sun in the sky, there is sun in the sky. Then next, the truck has 4 tires, the truck has 3 tires. അപ്പം ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ. ഇപ്പോൾ നമ്മുടെ സിയയും റോബോയും എവിടെയാണുള്ളത്?
അവരുടെ വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഒരു ടൗൺ ഏരിയയിലാണ് അവരെന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത് അല്ലേ. അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ഫുട്പാത്തിലൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് അല്ലേ. നോക്കിക്കേ മക്കളെ, Zia and Robo went for a walk. Soon it started raining. Robo, it is raining. What will we do? Zia asked. Just a minute. എന്താണ് മക്കളെ സംഭവിച്ചത്? ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാരും മിസ്സിനോടൊപ്പം വായിച്ചേ. മിസ് വായിക്കാം, അത് കേട്ടിട്ട് മക്കൾ എന്ത് ചെയ്യുക, മിസ്സിനോടൊപ്പം വായിക്കാം കേട്ടോ. Zia and Robo went for a walk. Soon it started raining. Robo, it is raining. What will we do? Zia asked. Just a minute. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചത് ഒരിക്കൽ കൂടി നോക്കിക്കേ. സിയ ആൻഡ് റോബോ വെന്റ് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നടക്കുക അല്ലേ. നമ്മുടെ സിയയും റോബോയും എന്ത് ചെയ്തു, നടക്കാനായിട്ട് പോയില്ലേ. സോൺ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ, മഴ പെയ്യാനായിട്ട് തുടങ്ങിയില്ലേ. റോബോ, ഇറ്റ് ഈസ് റെയിനിങ്. വാട്ട് വിൽ വി ഡു? അപ്പം നമ്മുടെ സിയ റോബോയോട് ചോദിക്കാൻ, റോബോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ആര് ചോദിച്ചു? സിയ ആസ്ക്ഡ് അല്ലേ, സിയ ചോദിച്ചു. അപ്പം നമ്മുടെ റോബോ എന്താണ് മക്കളെ മറുപടി പറഞ്ഞത്? ജസ്റ്റ് എ മിനിറ്റ് അല്ലേ. ജസ്റ്റ് എ മിനിറ്റ് എന്നുള്ളത് ആര് പറഞ്ഞു? നമ്മുടെ റോബോ പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? എങ്ങനെയായിരിക്കും നമ്മുടെ റോബോ സിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക? കൂട്ടുകാർക്കറിയോ? മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക മക്കളെ? എന്താണ് ചെയ്യുക? നമ്മൾ അമ്പർല എടുക്കൂലേ, നമ്മൾ കുട എടുക്കൂലേ, മഴ കൊള്ളാതിരിക്കാനായിട്ട്, നനയാതിരിക്കാനായിട്ട് നമ്മൾ കുട ചൂടൂലേ മഴ വരുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ റോബോ എങ്ങനെയാണ് സിയെ ഹെൽപ്പ് ചെയ്തതെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? നോക്കിക്കേ, എന്താണ് സംഭവിച്ചത്? ഇതാരാണ് മക്കളെ? നമ്മൾ റോബോ അല്ലേ. റോബോ എന്തായിട്ട് മാറി? യെസ്, അമ്പർലയായിട്ട് മാറിയില്ലേ. റോബോ എന്തായിട്ട് മാറി? അമ്പർലയായിട്ട് മാറിയില്ലേ. നോക്കിക്കേ മക്കളെ, ബൂം, റോബോ became a big umbrella. Zia clapped her hands. റോബോ, യു ആർ വണ്ടർഫുൾ. ഓക്കെ മക്കളെ, എന്താ സംഭവിച്ചത്? നമ്മുടെ സിയ റോബോയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിനി എന്ത് ചെയ്യും, മഴ പെയ്യാണ്, നമ്മളിനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സമയം റോബോ പറഞ്ഞു ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പെട്ടെന്നൊരു ശബ്ദത്തോടു കൂടി റോബോ എന്തായിട്ട് മാറി മക്കളെ? റോബോ became a big umbrella. റോബോ ഒരു വലിയ അമ്പർലയായിട്ട് മാറിയില്ലേ. സിയ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ് അല്ലേ. അത് കണ്ടപ്പോൾ നമ്മുടെ സിയ എന്ത് ചെയ്തു? ക്ലാപ്പ് ചെയ്തു അല്ലേ, കൈകൊട്ടി. റോബോ, യു ആർ വണ്ടർഫുൾ. എന്നിട്ട് അവൾ റോബോയോട് എന്ത് പറഞ്ഞു? റോബോ, യു ആർ വണ്ടർഫുൾ എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമ്മുടെ റോബോ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഒരു ബിഗ് അമ്പർലയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, നമ്മുടെ അമ്പർലയായിട്ടുള്ള റോബോയെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇനി എല്ലാ മക്കളും മിസ്സിനോടൊപ്പം ഒന്ന് വായിച്ച്. ബൂം, Robo became a big umbrella. Zia clapped her hands. Robo, you are wonderful. ഓക്കെ മക്കളെ, ഇനി കൂട്ടുകാർക്ക് ഒരു ചോദ്യമുണ്ട്. ഈസ് റോബോ എ സൂപ്പർ റോബോട്ട്? നമ്മുടെ റോബോ ഒരു സൂപ്പർ റോബോട്ട് ആണോ? കൂട്ടുകാർക്ക് എന്താ തോന്നുന്നത്? ആണല്ലേ. ആദ്യം നമ്മുടെ കീ മിസ്സായി പോയ സമയത്ത് ആരായിരുന്നു അത് ഫൈൻഡ് ചെയ്തത്? നമ്മുടെ റോബോ ആയിരുന്നു. ഇപ്പം നമ്മുടെ സിയയ്ക്ക് ഒരു ഹെൽപ്പ് ആവശ്യമായി വന്ന സമയത്ത് നമ്മുടെ റോബോ എന്തായിട്ട് മാറി? ഒരു ബിഗ് അമ്പർലയായിട്ട് മാറിയില്ലേ. അപ്പം നമ്മുടെ റോബോ എന്താണ്? ശരിക്കും ഒരു സൂപ്പർ റോബോട്ടാണ് അല്ലേ. ഡു യു ലൈക്ക് റോബോ? നിങ്ങൾക്ക് റോബോ ഇഷ്ടമായിട്ടുണ്ടോ മക്കളെ? എല്ലാ കൂട്ടുകാർക്കും റോബോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കില്ലേ. ഇതുപോലൊരു റോബോ എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ മറ്റൊരു ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. നോക്കിക്കേ മക്കളെ, കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നോക്കിക്കേ, ആക്ടിവിറ്റി 10 ആണ് കേട്ടോ, 10ാമത്തെ ആക്ടിവിറ്റിയാണ്. ഹിയർ ഈസ് ആൻ അംബർല. അവിടെ കൂട്ടുകാർക്ക് ഒരു അംബർല തന്നിട്ടുണ്ട് അല്ലേ, ഒരു കൂടെ തന്നിട്ടുണ്ട്. മേക്ക് ദി അംബർല ബ്യൂട്ടിഫുൾ. കൂട്ടുകാരെന്ത് ചെയ്യണം? ഒരു അംബർല നല്ല ഭംഗിയാക്കി മാറ്റണം. You can use colors, paper strips, glitters powder
ഓർ ത്രെഡ്സ് അല്ലേ. എന്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം? കളർ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ സ്ട്രിപ്പിൽ, അതായത് പേപ്പറിൻ്റെ കഷ്ണങ്ങളൊക്കെ അല്ലേ, പല കളറിലുള്ള പേപ്പറിലൊക്കെ മുറിച്ചിട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, റൂസ്റ്ററിൻ്റെതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു മക്കളെ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പേപ്പർ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് അത് ഭംഗിയാക്കാം, അല്ലെങ്കിൽ ഗ്ലിറ്റർ പൗഡർ അല്ലെങ്കിൽ ത്രെഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഭംഗിയാക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത് കൂട്ടുകാർക്കുള്ള പ്രവർത്തനമാണ്, മക്കളത് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം കൂടി ഡിസ്കസ് ചെയ്യാം അല്ലേ. നോക്കിക്കേ മക്കളെ, പിക്ചറിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ക്രോ ഉണ്ട് അല്ലേ, ഒരു കാക്കയുണ്ട്. കാക്കയുടെ കയ്യിൽ എന്താണുള്ളത് മക്കളെ? നമ്മുടെ വയലറ്റ് കളർ ക്യാപ്പ് ഉണ്ട് അല്ലേ. ആർതായിരുന്നു മക്കളെ ആ ഒരു ക്യാപ്പ്? യെസ്, നമ്മുടെ സിയയുടെ ക്യാപ്പായിരുന്നു. അപ്പോൾ സിയയുടെ ക്യാപ്പും കൊണ്ട് ആര് പറന്നു പോവാണ്? നമ്മുടെ ക്രോ പറന്നു പോവാണ് അല്ലേ. നോക്കിക്കേ, The rain stopped. Zoo. The umbrella became a robot again. Soon a crow took away Sia's cap. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചത്? ഒരിക്കൽ കൂടി നോക്കിക്കേ. The rain stopped എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? റെയിൻ എന്ത് ചെയ്തു? നിന്നു അല്ലേ. മഴ എന്ത് ചെയ്തു? നിന്നു. Zoo. The umbrella became a robot again അല്ലേ. ആ അംബർല, ആ കുട വീണ്ടും എന്തായിട്ട് മാറി? എ റോബോട്ട് again അല്ലേ. വീണ്ടും അതൊരു റോബോട്ടായിട്ട് മാറി. Soon a crow took away Sia's cap അല്ലേ. അധികം വൈകാതെ തന്നെ നമ്മുടെ സിയയുടെ ക്യാപ്പ് ആരെടുത്തു മക്കളെ? ഒരു ക്രോ എടുത്ത് പറന്നു അല്ലേ, ദൂരേക്ക് പോയി. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് വായിക്കാം. എല്ലാവരും മിസ്സിനോടൊപ്പം വായിച്ച്. The rain stopped. Zoo. The umbrella became a robot again. Soon a crow took away Sia's cap. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ സിയയുടെ ക്യാപ്പും കൊണ്ട് ആര് പോയിട്ടുണ്ട്? നമ്മുടെ ക്രോ ദൂരേക്ക് പറന്ന് പോയിട്ടുണ്ട് അല്ലേ. Where will the crow take the cap? What will robot do now? ഓക്കെ മക്കളെ, നമ്മുടെ ക്യാപ്പ് എടുത്ത് ക്രോ പോയിട്ടുണ്ട് അല്ലേ. ഇത് കണ്ടിട്ട് നമ്മുടെ റോബോ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കും മക്കളെ? എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് ആക്ടിവിറ്റി 11 ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ, 11ാമത്തെ ആക്ടിവിറ്റിയാണ്. അവിടെ നമുക്ക് ഒരു കോൺവെർസേഷനാണ് എഴുതാനുള്ളത്. വാട്ട് ഈസ് സിയ സേയിങ്? അതായത് നമ്മുടെ സിയയുടെ ക്യാപ്പ് നമ്മുടെ ക്രോ എടുത്ത് പറന്ന് പോകുന്നുണ്ട് അല്ലേ. ആ സമയത്ത് സിയ എന്തായിരിക്കും പറയുന്നത് മക്കളടുത്ത് അവിടെ എഴുതാനാണ്. നോക്കിക്കേ മക്കളെ, മിസ് അവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഹോ, ദ ക്രോ ടുക്ക് അവേ മൈ ക്യാപ്പ്. റോബോ പ്ലീസ് ഹെൽപ്പ് മീ. അവൾ പറയാണ്, കാക്ക എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ക്യാപ്പും കൊണ്ട് പറന്ന് പോയിട്ടുണ്ട്. റോബോ പ്ലീസ് ഹെൽപ്പ് മീ. റോബോ എന്നെ സഹായിക്കുകയെന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരിക്കും? നമ്മുടെ സിയ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കേ. ഹോ, ദ ക്രോ ടുക്ക് എവേ മൈ ക്യാപ്പ് അല്ലേ. ടുക്ക് എവേ അല്ലേ, എടുത്ത് എന്ത് ചെയ്തു? ദൂരേക്ക് പോയിട്ടുണ്ട്. റോബോ പ്ലീസ് ഹെൽപ്പ് മീ അല്ലേ, നീ എന്നെ എന്ത് ചെയ്യുമെന്ന് സഹായിക്കുക എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരിക്കോ? നമ്മുടെ സിയോ നമ്മുടെ റോബോട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്താണ് സംഭവിച്ചത് നോക്കാം. നോക്കിക്കേ. ഹോ മൈ ക്യാപ്പ്. Robo, help me please, Sia cried. Beep, beep. Robo's screen flashed again. The cap is on a mango tree, said Robo. Get it for me, please. Just a minute. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചത്? നമ്മുടെ സിയയുടെ ക്യാപ്പും കൊണ്ട് ആര് പോയിട്ടുണ്ട്? ക്രോ പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിയ നമ്മുടെ റോബോയോട് പറയാണ്, ഹോ മൈ ക്യാപ്പ്. റോബോ ഹെൽപ്പ് മീ. റോബോയോട് അവളെ സഹായിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിയ എന്ത് ചെയ്യാണ്? സിയ ക്രൈഡ് അല്ലേ. സിയ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബീപ്പ് ബീപ്പ് അല്ലേ. ആ സമയത്ത് എന്ത് ചെയ്തു? ഒരു ശബ്ദം കേട്ടു. എന്ത് ശബ്ദമാണ്? ബീപ്പ് ബീപ്പ് എന്നുള്ള ശബ്ദം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? റോബോ സ്ക്രീൻ ഫ്ലാഷ്ഡ് അഗെയിൻ. നമ്മുടെ റോബോയുടെ സ്ക്രീൻ എന്ത് ചെയ്തു? വീണ്ടും ഫ്ലാഷ് ചെയ്തു വന്നു അല്ലേ. അതിൽ വീണ്ടും എന്ത് ചെയ്തു? ഒരു ലൈറ്റ് കത്തി വന്നിട്ടുണ്ട്. ദ ക്യാപ്പ് ഈസ് ഓൺ എ മാംഗോ ട്രീ, സെറ്റ് റോബോ. അപ്പോൾ റോബോ എന്ത് പറഞ്ഞു കൊടുത്തു? ദ ക്യാപ്പ് ഈസ് ഓൺ എ മാംഗോ ട്രീ. ക്യാപ്പ് എവിടെയാണ്? മാംഗോ ട്രീയുടെ മുകളിലാണ്. ഗെറ്റ് ഇറ്റ് ഫോർ മീ പ്ലീസ്. അപ്പോൾ നമ്മുടെ സിയ പറയാണ്, അതെനിക്ക് വേഗം എടുത്തതാ എന്ന് പറയാണല്ലേ. അപ്പം നമ്മുടെ റോബോ എന്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ? ജസ്റ്റ് എ മിനിറ്റ് അല്ലേ. ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, എങ്ങനെയായിരിക്കും നമ്മുടെ റോബോ സിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക? കൂട്ടുകാർക്ക് എന്താ തോന്നുന്നത്?
നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കിയാൽ അത് മനസ്സിലാവും അല്ലേ. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാ കൂട്ടുകാരും മിസ്സിനോടൊപ്പം ഒരിക്കൽ കൂടി വായിച്ച്. ഹോ മൈ ക്യാപ് റോബോ ഹെൽപ്പ് മീ പ്ലീസ്. Zia cried. Beep, beep. Robo screen flashed again. The cap is on a mango tree, said Robo. Get it for me, please. Just a മിനിറ്റ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? എല്ലാ കൂട്ടുകാരും വായിച്ചല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 12th ആക്ടിവിറ്റിയും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ മക്കളെ, കംപ്ലീറ്റ് ദി സെൻറ്റൻസസ് യൂസിങ് ക്ലൂസ് ഫ്രം ദി പിക്ചർ. അതായത് താഴെ തന്നിട്ടുള്ള പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ തന്നിട്ടുള്ള സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻറ്റൻസ് ഒക്കെയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് വൺ എന്താ, എ ഡാഷ് ടുക്ക് സിയാസ് ക്യാപ് എവേ അല്ലേ. ആരോ ഒന്ന് എന്ത് ചെയ്തു, നമ്മുടെ സിയയുടെ ക്യാപ്പ് എടുത്ത് കൊണ്ടുപോയി. ആരായിരുന്നു മക്കളെ? ആരായിരുന്നു? കൂട്ടുകാർ ഓർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആൻസർ മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, റോബോ ഫൗണ്ട് ദി ക്യാപ്പ് ഓൺ എ ഡാഷ് അല്ലേ. നമ്മുടെ റോബോ ആ ക്യാപ്പ് എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത് മക്കളെ? എന്തിൻ്റെയോ ഒന്നിൻ്റെ മുകളിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അത് എന്തിൻ്റെ മുകളിലാണ് എന്നതാണ് മക്കൾ അവിടെ എഴുതേണ്ടത്. ദെൻ തേർഡ് വൺ നോക്കിക്കേ മക്കളെ, സിയാസ് മദർ വാസ് ലുക്കിംഗ് ഫോർ ദി ഡാഷ് അല്ലേ. നമ്മുടെ സിയയുടെ മദർ എന്ത് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മക്കളെ? ലാസ്റ്റ് വൺ നോക്കിക്കേ, റോബോ ബിക്കെയിം ആൻഡ് ഡാഷ് അല്ലേ. നമ്മുടെ റോബോ എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു? പിക്ചർ നോക്കിയാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും. ഓക്കെ, നോക്കിക്കേ ആൻസറിലോട്ട് പോയേ. എ ക്രോ ടുക്ക് സിയാസ് ക്യാപ്പ് എവേ. ആരായിരുന്നു മക്കളെ നമ്മുടെ സിയയുടെ ക്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്? യെസ്, ഒരു ക്രോയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ, ഒരു കാക്കയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ, റോബോ ഫോൺ ദി ക്യാപ്പ് ഓൺ എ ഡാഷ് അല്ലേ. നമ്മുടെ റോബോ ക്യാപ്പ് എവിടെയായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ഓൺ എ ട്രീ. മക്കൾക്ക് വേണമെങ്കിൽ മാംഗോ ട്രീ എന്ന് എഴുതാം കേട്ടോ. അതാണ് നമ്മുടെ ചാപ്റ്ററിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. മക്കൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, സിയാസ് മദർ വാസ് ലുക്കിംഗ് ഫോർ ദി കീ. നമ്മുടെ സിയയുടെ മദർ എന്തായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് മക്കളെ? യെസ്, കീ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, റോബോ ബിക്കെയിം ആൻ അംബർല. റോബോ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഒരു അംബർലയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ടുള്ള ഡിറ്റേഷൻ, ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിറ്റേഷൻ വേർഡ്സ് മിസ് എന്ത് ചെയ്യാം, നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുള്ള പാസേജിൻ്റെ നമ്മൾ പറഞ്ഞിട്ടില്ല, അത് മിസ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം മക്കളെ. ഡിറ്റേഷനുള്ള വേർഡ്സ് എല്ലാം പഠിക്കുക. എന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾ ഡിറ്റേഷൻ നടത്തിയിട്ട് മിസ്സിന് മാർക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരുകയും വേണം കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.